ഈ ബ്രദറാണോ വീട്ടില് ഷെഫിന്റെ ഭാഗത്ത് നിന്ന് ഷെഫിന് പോലും അറിയാതെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഷെഫിനെ ഞാൻ നിങ്ങളോട് ഷെഫിനെ പറഞ്ഞില്ല, എന്റെ അല്ലേ ബ്രദർ ഉണ്ട്. അല്ലേ അവന് പോലും അറിയണ്ടാവില്ല അവൻ എന്നെ എത്രത്തോളം മുത്താണത്. അല്ല, അവൻ അത് ഒരു അനിയൻ ഒരു ഏട്ടനെ പറ്റിയിട്ട് പറയാണ്, ഞാൻ ചെയ്യേണ്ട പല കാര്യങ്ങളും എൻ്റെ ഏട്ടന് എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് അത് വേറെ വൈബാ. ഞാനതാ പെട്ടെന്ന് ചോദിച്ചേ. ദുബായിലാണ്, പേര് പറയിപ്പിച്ചതാണ്. കാരണം എൻ്റെ ഹൃദയത്തിൽ തോന്നി, നമുക്ക് നമ്മുടെ സഹോദരനോട് തോന്നുന്ന ഒരു ഇഷ്ടം നമ്മൾ വേറൊരാളിനോട് പറയുമ്പോഴാണ് ആ ഇഷ്ടത്തിൻ്റെ വാല്യൂ എനിക്ക് മനസ്സിലായത്. എനിക്ക് ഷെഫിന് പറഞ്ഞ ഏറെക്കുറെ കാര്യങ്ങൾ ഇപ്പോൾ ഏകദേശം വ്യക്തമായി. ഇക്കാക്കനെ പറ്റി പറഞ്ഞപ്പം, ലൈഫിനെ കുറിച്ച് ചിന്തിച്ചപ്പം, നമ്മൾ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ചിന്തിച്ചപ്പം കണ്ട സ്വപ്നങ്ങളൊക്കെ കണ്ണിൽ കണ്ണീരായിട്ട് വന്നത് കണ്ട് കൂടുതൽ ഞാനിരുന്ന് കഴിഞ്ഞാൽ ഞാനും പൊട്ടിക്കറിയും. കാരണം എൻ്റെ ഫോട്ടോസ്റ്റാറ്റായിട്ട് മാറും ഞാൻ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തതിലും. നമ്മുടെ പ്രിയപ്പെട്ട ടിഷ്യൂ എടുത്തിട്ടളിയ ഇതൊക്കെ ഞാൻ ആഗ്രഹിച്ച കുറേ കാര്യങ്ങളുണ്ട് ഇനിയും വരാനുള്ളത്. എൻ്റെ ബാൻഡ്, ഓൺ കോമ്പോസിഷൻസ്, അത് ഞാനത് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം ഇൻഷാ അല്ലാ റീസെൻ്റ്ലി അത് ഗാലറി വിഷനിലൂടെ ഷർഫ് ഖാൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല, സംസാരിക്കണം. എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം കൂടെ പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഉറപ്പായിട്ടും ഷെഫിൻ ഫരീദ് എന്ന് പറയുന്ന ഈ ഒരു ഡിസൈനർ, വയലിനിസ്റ്റ്, അതിനപ്പുറത്ത് നല്ല പ്രണയം കൊണ്ടുനടന്നിട്ട് ആ പ്രണയിനിയെ സ്വന്തമാക്കിയിട്ട് ജീവിതത്തിൽ ആ പ്രണയം ആസ്വദിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിലും ഇനി അറിയപ്പെടട്ടെ ഷെഫിൻ ഫരീദ് എന്ന മ്യൂസീഷ്യൻ. ഇൻഷാ അല്ലാ. താങ്ക് യു ഇതാണ്. ജലാൽക്ക, താങ്ക് യു. താങ്ക് യു.